ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫീലാണ്. നമുക്കത് എല്ലാ പടത്തിൽ നിന്നും കിട്ടില്ല. പടം നന്നാവണം, ഇരിക്കുന്ന ക്രൗഡ് നന്നാവണം. നമ്മളിപ്പോൾ ഒരു ചിയേർഡായിട്ടുള്ള ഒരു ക്രൗഡിനൊപ്പം പ്രത്യേകിച്ച് ഫാൻ ഷോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ ഭയങ്കര മെമ്മറബിൾ ആണെന്ന് നമ്മൾ ഒരിക്കലും മറക്കില്ല. റീസെൻ്റ്ലി ഞാൻ ഒരു ഫാൻ ഷോ കണ്ടതിൽ എനിക്കുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ് അതാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. പ്രത്യേകിച്ച് ഫോൺ യൂസേജിന് പറ്റുള്ള ഒരു കാര്യമാണ്. ഇതിന് മുമ്പ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിനകത്തുള്ള ഫോൺ യൂസേജ് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആവുന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ പലരും ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ടൈറ്റിൽ കാർഡ് വരുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല സീനുകളൊക്കെ വരുമ്പോൾ അത് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും, ചിലവർ സ്റ്റാറ്റസ് ആക്കി വയ്ക്കും. ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മൾ കാണാറുണ്ട്. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന ആൾ ഫോൺ നമ്മൾക്ക് സാധാരണ ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും പലരും ഞാൻ പിടിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഈ ചങ്ങായി പൊക്കിയിട്ട് ആകാശത്ത് കൊണ്ട് വെച്ചിരിക്കുക. ഇത് ഈ ഒരുമാതിരി സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ കളി കാണുമ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ദൂരെ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്യില്ല. ആ രീതിക്ക് എന്തുദ്ദേശിച്ചിട്ടാണ് ചെയ്തതെന്ന് ഒരു പിടുത്തം കിട്ടിയില്ല. ഞങ്ങൾ പുറകിലിരുന്ന അത്രയും പേരുടെ ആ ഒരു വ്യൂ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായി. 1-2 സീനാണെങ്കിൽ ഓക്കെ, പടത്തിൽ വരുന്ന മെയിൻ സീനുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ആ ചങ്ങായി കാരണം കംപ്ലീറ്റ്ലി റൂയിൻ ചെയ്തു എന്ന് പറയാം. ഇത് പക്ഷേ വേണമെന്ന് വെച്ച് ചെയ്യണതായിരിക്കില്ല, അറിയാതെ ചെയ്യണതായിരിക്കും. പക്ഷേ എന്തിനാണ് നിങ്ങൾക്ക് തിയേറ്ററിനകത്ത് ഫോൺ എന്നതിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അറിഞ്ഞോ അറിയാതെയോ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കുക ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ആ ഒരു വലിയ സ്ക്രീനിലുള്ളൊരു കാര്യം ചെറിയ ഫോണിലേക്ക് ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ചെറിയ സ്ക്രീനിൽ കൂടെയാണ്. നിങ്ങളുടെ ആ ഒരു മൊമെൻറ്റ് കംപ്ലീറ്റ്ലി അവിടെ തന്നെ മിസ്സായില്ല. നിങ്ങളിപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ തിയേറ്ററിനകത്തേക്ക് പോയതല്ല, ആ ഒരു ബിഗ് സ്ക്രീനിൽ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ചെറിയ സ്ക്രീനിൽ ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ടാൽ മതി. സോ നിങ്ങളുടെ ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മിസ്സാക്കി. രണ്ടാമത് നിങ്ങൾ കാരണം ബാക്കിയുള്ളവരുടെ മൊമെൻറ്റും കംപ്ലീറ്റ് ആയിട്ട് മിസ് ചെയ്തു. ബാക്കി എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ ഇത്തരത്തിലുള്ള ഒരു സാധനം കാണിക്കുമ്പോൾ ഞാനും കാണുന്നത് ആ ഒരു ചെറിയ സ്ക്രീനിൽ മാത്രമാണ്. കാരണം ബാക്കിയുള്ള എൻ്റെ ആ ഒരു ഫീൽഡ് ഓഫ് വ്യൂ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായി. ഇപ്പോൾ ചില സീനുകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ സൂപ്പർ സ്റ്റാറുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ ആവേശം കൊണ്ട് നമ്മൾ എണീറ്റ് നിൽക്കാറുണ്ട് പലരും. സോ ഫ്രണ്ടിലുള്ളവർ എണീറ്റ് നിൽക്കുമ്പോൾ നമ്മളും ബാക്കിൽ എണീറ്റ് നിൽക്കും. അങ്ങനെ ആ ഒരു തിയേറ്റർ മുഴുവൻ അല തല്ലിയിട്ട് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ആ ഒരു 10,000 പേര് ഒരുമിച്ച് എണീറ്റ് നിന്ന് സിനിമകൾ കാണാറുണ്ട്. അത് ഫുൾ ഓൺ സിനിമയല്ല പറയുന്നത്, ചില സീക്വൻസുകളൊക്കെ വരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആവേശം കെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. എണീറ്റ് നിന്നിട്ട് പോലും ഫോൺ പൊക്കി പിടിച്ചാൽ എന്ത് തേങ്ങാപ്പിണ്ണാക്കാണ് നമുക്കതിൽ കാണാൻ പറ്റുക. ആ ഒരു ഫീൽഡ് ഓഫ് വിഷൻ കംപ്ലീറ്റ്ലി പോയി. സോ എടുത്ത് നിങ്ങളുടെ ആ ഒരു മൊമെൻറ്റ് മിസ്സാക്കി, പുറകിലിരുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ സൈഡിലിരുന്ന ആൾക്കാരുടെയും മൊമെൻറ്റ് മിസ്സാക്കി. ഇത് കൂടാതെ നിങ്ങളിത് എടുത്തിട്ട് അപ്പം തന്നെ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയാണ്. സോ ബാക്കിയുള്ള സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു ഇൻട്രോ സീനോ ഒരു ഫൈറ്റ് സീനോ അവിടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സ്റ്റാറ്റസ് ഇടയിലൂടെ നടക്കുന്നത്. സോ ബാക്കി എന്താ സിനിമയിൽ നടന്നതെന്ന് ഒരു പിടുത്തമില്ല. ജസ്റ്റ് ആ എടുത്ത സാധനം ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റസ് ഇടണം. സോ ഇത് ഇടുന്ന സമയത്തും ഫോൺ കംപ്ലീറ്റ്ലി ബ്രൈറ്റ്നസ് ഇട്ട് ഒരു ഫുൾ ബ്രൈറ്റ്നസ്സിലിട്ട് വെറുപ്പിച്ചിട്ടാണ് ഈ സാധനം സ്റ്റാറ്റസ് ഇടുന്നത്. ഇടുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്യും, പ്രോപ്പറായിട്ട് ഇതല്ല എന്ന് 2-3 വട്ടം നോക്കിയിട്ടൊക്കെ സ്റ്റാറ്റസ് ഇട്ട് അതിന് ഫുൾ വോളിയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇത് സ്റ്റാറ്റസ് ഇട്ട് കഴിയുന്ന ആ ഒരു ടൈം വരെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു. പോരാത്തതിന് ഈ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയായിരിക്കും. ഇപ്പോൾ വാട്സപ്പിലോ ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വേണമെന്ന് വെച്ചാൽ ഇൻറ്റൻഷനലി അല്ലാതെ തന്നെ കണ്ടുപോകും. ഈ കാണുന്ന ആൾക്കാരുടെ മൊമെൻ്റ് അവിടെ മിസ്സായി. അവർ ആ സീൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ വരുന്ന സമയത്തൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന സീനാണ് വരാൻ പോകുന്നത്. സോ ഇവരിത് തിയേറ്ററിൽ കണ്ടിട്ടില്ല. കാണാൻ പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇത് കാണിച്ചു കൊടുത്താൽ പിന്നെ അവർക്ക് എന്ത് ഫീലാണ് കിട്ടുക. സോ ഇതിൽ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾ കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഞാൻ ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഞാൻ ഇന്ന സാധനം കണ്ടു എന്നുള്ളത് നാട്ടുകാരെ കാണിച്ചിട്ട് അവർക്ക് ദേ ഡോണ്ട് കെയർ എനിത്തിങ്. അവരാരും നിങ്ങൾക്ക് പൈസ തരാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു ഓക്കെ ചെയ്ത് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു പ്രശംസിക്കുകയോ ഒന്നുമില്ല. അവരൊക്കെ തന്നെ പ്രാഗായിരിക്കും ചെയ്യുക. വെറും പ്രാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല എന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് എടുക്കുന്ന നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഇത് കാണുന്നവർക്കും പ്രാക്ക് മാത്രം. ഇത് കാരണം അനുഭവിക്കുന്ന ബാക്കിയുള്ളവർ നിങ്ങളുടെ ചുറ്റിരിക്കുന്നവരും പ്രാഗാണ്. സോ മൊത്തത്തിൽ എല്ലാവർക്കും ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഫോൺ. ഇതിനു മുമ്പ് ഇതിലിപ്പോൾ ഏറിപ്പോയി എത്ര കാലം ഇപ്പോൾ ഫോൺ വന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാവരും ഏറിപ്പോയി ഒരു 10 കൊല്ലം, ഒരു 2015-14 ആ രീതിക്ക് ആലോചിച്ച് നോക്കുക. അതിന് മുമ്പ് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ആ ഒരു മൊമെൻ്റ് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു ഫീൽ നമുക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോൾ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണങ്ങളൊന്നും പലരും ഇപ്പോൾ ഈ വെടിക്കെട്ടിനൊക്കെ പോയിട്ട് ഫോണിൽ ഈ സാധനം ഷൂട്ട് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു 1-2 സെക്കൻഡ് അല്ല, അത് കംപ്ലീറ്റ് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്യും. ഇത് വീടെത്തിയവർ കണ്ടിട്ട് പോയി ഡിലീറ്റ് ചെയ്യും. ഒരു വട്ടം പോലെ ഇത് റിട്ടേൺ കാണില്ല. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് അവിടെ പോയി നിന്ന് കാണുക, ഇതിൽ കൊടുത്താൻ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ആസ്വദിച്ച് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ട ആ ഒരു എക്സ്പീരിയൻസിനെ
ഈ ഒരു ചെറിയ ഫോണിൻ്റെ സ്ക്രീനിലാക്കിയിട്ട് നമ്മൾ തന്നെ അറിയാതെ ഇത് വീട്ടിൽ പോയിട്ട് സ്റ്റോറേജിൽ എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. സോ ഇതാണ് സ്ഥിരപ്പ് നടക്കാറുള്ള പരിപാടി. സോ ഇത് എല്ലാവർക്കും ദൂഷ്യം വരുത്തുന്ന പരിപാടിയാണ്. ഫോൺ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫോൺ ആരും തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ആരും പിടിച്ചു വയ്ക്കാറൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമാണ് എപ്പോൾ യൂസ് ചെയ്യണം എന്നൊക്കെ, അതൊക്കെ ശരിയാണ്. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ തന്നെ ഇപ്പോൾ കുറച്ച് ലാഗുള്ള സീക്വൻസുകൾ വരുമ്പോൾ, ചിലപ്പോൾ ബോറടിക്കുന്ന സീക്വൻസുകൾ വരുമ്പോൾ പലരും ഫോൺ എടുക്കാറുള്ളത് ഞാൻ കാണാറുണ്ട്. അതിന് പക്ഷേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്, ഇവർക്ക് റിട്ടൻഷൻ ടൈം വളരെ കുറവാണ്. അങ്ങനെ അത്രയും പിടിച്ചിരുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ ഫോൺ തൊടാതെ പടം ഫുള്ളായിട്ട് കാണുള്ളൂ. സോ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ OTT-യിലൊക്കെ ആണെങ്കിൽ ഒരു 2.5 മണിക്കൂർ പടം അവിടെ ഓടുന്നുണ്ടാവും, ഒരു 2 മണിക്കൂറിനുള്ള വേറെ റീൽ ഇവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ രീതിക്കായിരിക്കും പലരും ഇപ്പോൾ സിനിമ കാണുക. സോ സിനിമ എക്സ്പീരിയൻസ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മൾ തിയേറ്ററിലേക്ക് പോകുമ്പോൾ. അത് നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിനെ ഇരിക്കുന്നവരെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കിയിട്ട്. ഇപ്പോൾ പലരും പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര സൗണ്ടിലായിട്ട് ഫോണിൽ സംസാരിക്കാറ്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ സിനിമകളൊക്കെ വരുമ്പോൾ അത് അവർ അത്ര സൗണ്ടിൽ സംസാരിച്ചാൽ പോലും നമുക്ക് കേൾക്കില്ല. കാരണം അതിലും വലിയ സാധനങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിഷ്വലി ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, സൗണ്ട് പോട്ടെ, ഈ വിഷ്വലി ഇത്രയും ബ്രൈറ്റ്നസ് വെച്ച് ഇത്രയും വെറുപ്പിക്കൽ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ചുറ്റുപാടിരിക്കുന്നവർ അത്രയും ഈ ഒരൊറ്റെണ്ണം കൊടുത്താണ്ട് ആ ഫോൺ അടക്കം തെറിച്ച് പോകണമെന്നുള്ള ആ ഒരു ഫീലാണ് നമുക്ക്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ തിയേറ്ററിനകത്ത് സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കുക. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നിങ്ങൾ അധികം ആളില്ലാത്ത തിയേറ്ററിലാണ് നിങ്ങൾക്ക് പടം കണ്ട് ബോറടിക്കാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്നാലും പ്രശ്നമില്ല. പക്ഷെ ഇത് ഫുൾ പാക്ഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിൽ ഈ സ്റ്റാറ്റസ് ഇട്ടതും പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്നിരുന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്തിനാ പിന്നെ തിയേറ്ററിലേക്ക് വരുന്നത്? ഇത് നമ്മൾ ആ സാധനം എൻജോയ് ചെയ്യാൻ പോണതാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം കാണുന്നുണ്ട് എന്ന് ബാക്കിയുള്ളവരെ കാണിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ആലോചിച്ച് നോക്കുക. അവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ഡിസാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പലരും ഇത് അറിയാതെ ചെയ്യുന്നതാണ്. സോ ഇനി മുതലെങ്കിലും ആലോചിക്കുക, നിങ്ങളത് തിയേറ്ററിനകത്ത് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഈ ടൈറ്റിൽ കാർഡും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവരെങ്കിലും അഫക്റ്റ് ചെയ്ത രീതിയിൽ, ബാക്കിയുള്ളവരെന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യുക. പക്ഷെ അത് ചെയ്യുന്നതേ ഒരു ഒഫൻസാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ അത്രയും പറ്റില്ല, ഞാൻ ഈ പടം കാണുന്നുണ്ട് എന്നുള്ളൊരു ബാക്കിയുള്ളവരെ കാണിച്ചേ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലെങ്കിലും ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഇതേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.